പ്രാവൻകുടി ഷാപ്പ് അത് ഒരു റിയലിസ്റ്റിക് ഷാപ്പൊന്നുമല്ല, നമ്മുടെ ചുരുടിയിൽ LJP ഇട്ടതുപോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അവിടെ ഒരു മർഡർ നടക്കുന്നു, അതിൻ്റെ അന്വേഷണം പരിപാടിയായിട്ടാണ് ബേസിൽ ജോസഫ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആളുടെ പെർഫോമൻസ്, ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്ര നോർമലല്ല, കുറച്ച് ഓവറാണ്. അത് ഓവറായി തന്നെ ബേസിൽ ആ മീറ്റർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ரொம்ப ഓവറായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി പരിപാടി. ബേസിൽ ഇങ്ങനെ നിറഞ്ഞ ആടുകയാണ്. ബേസിലിന്റെ കയ്യിൽ ആ ക്യാരക്ടർ ഭദ്രമായിരുന്നു എന്ന് തന്നെ പറയാം. കുറച്ച് ബ്രില്യൻസ് ഒക്കെ ഉള്ള, എന്നാൽ കുറച്ച് ഈഗോ ഉള്ള, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചേരുന്ന ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് എലമെന്റുകൾ ചേരുന്ന ഒരു ക്യാരക്ടറാണ്. അതിനെ വളരെ രസമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ബേസിലിന് പറ്റിയിട്ടുണ്ട്. പറഞ്ഞാൽ റൈറ്റിംഗ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതിലെ കോമഡികളൊന്നും പല കോമഡികളും എനിക്ക് വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചില ഡയലോഗ്സ് അടിപൊളിയാണ്, പക്ഷേ ഈ കണ്ടംപററി ഡയലോഗ്സ് എഴുതുന്ന സമയത്ത്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ സ്ലാങ് എഴുതുന്ന സമയത്ത് അത് ക്യാരക്ടേഴ്സിന് ഫിറ്റ് ആവണം. ഡയലോഗ്സ്, അതായത് കോമഡിക്ക് വേണ്ടിയുള്ള ഒരുപാട് ഡയലോഗ്സ് ചീറ്റി പണ്ടടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതിന്റെ BGM അത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്ണു വിജയാണ് BGM മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആള് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗംഭീര സോങ്സും. ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, വിഷ്ണു വിജയ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അയാളുടെ ഒരു മാർക്ക് ഉണ്ടാവും. നല്ല രസമുള്ള പാട്ടുകളും കാര്യങ്ങളാണ്. പക്ഷേ വിഷ്ണു വിജയ് ഇതിനേക്കാൾ മികച്ച പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഷാപ്പ് സെറ്റിട്ടുള്ള കാര്യമാണ്. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുന്നു. അതിനെ ഷൈജു ഖാലിദ് വളരെ രസമായിട്ട് ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ലെവലിൽ ഒരു പരിപാടി നമ്മുടെ മലയാള സിനിമയിൽ കണ്ടില്ല കേട്ടോ. എടുത്തു പറയേണ്ട സ്കൂൾ ബസിന്റെ സംഭവം. എന്റെ കാഴ്ചപ്പാടിൽ ഷൈജു ഖാലിദ് ഇസ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ഫ്രം കേരള ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത്. ഷൈജു ഖാലിദിന്റെ പരിപാടികൾ ധാരാളം ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് മഴ പെയ്യുന്ന സീന്, തീ പിടിക്കുന്ന സീന്, പിന്നെ അവസാനം ഒരു ടോപ്പ് ലെവൽ സാധനം ഒരു മിന്നായ പോലെ കണ്ടിട്ടുണ്ട്. ഒരു പുകയിലെ കൂടെയൊക്കെ ഷാഡോയും തീയും, പിന്നെ തുടക്കം ഒരു സീനുണ്ടാവും. ഒരു സ്കൂൾ ബസ് സീനുണ്ട്, പിന്നെ ഒരു ബൈക്ക് സീനുണ്ട്. ഈ രണ്ട് സീനും മതി, ഞെട്ടി. വൺ ഓഫ് ദ ബെസ്റ്റ് ചേസിംഗ് സീൻസ് ഇതിനകത്തുണ്ടെന്ന് പറയാതെ വയ്യ. ഒരു സ്കൂൾ ബസ്സിൻ്റെ ചേസിംഗ് സീൻ ഉണ്ട്, അന്യായ മേക്കിംഗ്. അത് എങ്ങനെയാണ് ആ സീൻ കൊറിയോഗ്രാഫ് ചെയ്തത്, അതിൽ VFX യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ചേസ് സീക്വൻസ് ഞാൻ ഒരു സിനിമയിലും കണ്ടില്ല. ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ചേസ് സീക്വൻസ്. ഇറ്റ് വാസ് സൂപ്പർ. ടെക്നിക്കലി ഈ പടം ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായം. സൗബിന്റെ ക്യാരക്ടറും ആളുടെ പെർഫോമൻസും ഒരു രക്ഷയിലാണ്. ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ലെങ്കിലും സൗബിന്റെ നല്ല പ്രകടനം നമുക്ക് ഇതിൽ കാണാനുണ്ട്. അപ്പോൾ സൗബിൻ ഇതിലൊരു പറക്കും കണ്ണൻ, ഒരു പറക്കും സൗബിൻ എപ്പോഴും കാലിൽ ഭയങ്കര പറക്കുന്ന പോലെ എനിക്ക് വീട്ടിട്ടുള്ളത്. ഇവരെങ്ങനെയാണോ ഈ സിനിമ പുറത്തുള്ളത്, അതായത് കുറച്ച് കോമഡി രീതിയിൽ ഒരു ത്രില്ലർ സിനിമ, പക്ഷേ കോമഡി ഒന്നും വർക്കാവുന്നേ ഇല്ലായിരുന്നു. നല്ല ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്, പക്ഷേ അതിൽ ഈ കോമഡി ഉൾപ്പെടുത്തിയിട്ട് ഈ സീരിയസ്നെസ് ഉണ്ടല്ലോ, അതങ്ങ് പോയി പോകണം. ബ്ലാക്ക് ഹ്യൂമർ പരിപാടി ഇതിൽ ഉടനെയുണ്ട്, പക്ഷേ ചില ബ്ലാക്ക് ഹ്യൂമേഴ്സ് ഒക്കെ ആ സീനെ സ്പോയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സീൻസിന്റെ ഇമോഷൻ പിടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമോഷനെ മൊത്തമായിട്ട് അപ്സൈഡ് ഡൗൺ ആക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഹ്യൂമർ അടിച്ച് കുറേ സീൻസ് നശിപ്പിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹ്യൂമറൊക്കെയുള്ള സിനിമയുടെ അവിടെ ആയിട്ട് നമുക്ക് ചിരിക്കാനുള്ള എലമെന്റുകൾ സമ്മാനിച്ച, ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയി എടുത്തു വെച്ചിട്ടുള്ള, കുറച്ച് സസ്പെൻസ് ഉള്ള, നല്ല പ്രകടനങ്ങളുള്ള, ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമായിരുന്നു പ്രാവൻകുടി ഷാപ്പ്. ഇതൊരു ത്രില്ലർ എന്ന നിലയ്ക്ക് അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വിഷ്വലിയുള്ള പരിപാടി, അതുമായിട്ട് നമ്മളൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക, സിനിമയുടെ ആ ഒരു വിഷ്വൽ വാല്യൂ ഒപ്പം ഈ സൗണ്ട് പരിപാടികളും കൊണ്ടുള്ള മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. എസ് എ ഹോൾ വളരെ ഹൈ സിനിമാറ്റിക് വാല്യൂ ഉള്ള, ഇസ്തറ്റിക് വാല്യൂ ഉള്ള ഒരു സിനിമ.